ഇന്നത്തേത് ഞാനും ചിന്നുവും കൂടെ കാസർഗോഡത്തെ ഒരു പ്രേതാലയം കാണാൻ പോയ കഥയാണ്. കാസർഗോഡിന്റെ ഭംഗിയും സംസ്കാരവും ഭക്ഷണവുമൊക്കെ ബാക്കിയുള്ള ജില്ലക്കാർക്ക് കാണിച്ചു കൊടുത്ത ഞാൻ ഈ പ്രേതാലയം കൂടെ കാണിച്ചു തന്നില്ലെങ്കിൽ അത് ഞാൻ കാസർഗോട്ടുകാരോട് കാണിക്കുന്ന ഒരു ചതിയായി പോകും. പിന്നെ ഈ പ്രേതാലയത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഇതൊരു സർക്കാർ നിർമ്മിത പ്രേതാലയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാസർഗോട്ട് ടൗണിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ മാറി ഉക്കിനടുക്കയിൽ സ്ഥിതി ചെയ്യുന്ന കാസർഗോട്ടുകാർക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ പറ്റിയാണ്. 13 വർഷങ്ങൾക്ക് മുന്നേ തറക്കല്ലിട്ട് കാസർഗോട്ടുകാരുടെ ആവശ്യം അല്ല, അവകാശമായ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്നും പണിതീരാതെ ഒരു പ്രേതാലയം പോലെ ഇവിടെ ഇങ്ങനെ ഇരുണ്ടു മൂടിക്കിടക്കുന്നു. ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും മംഗലാപുരത്തെ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ടി വരുന്ന കാസർഗോട്ടുകാരുടെ ഏക പ്രതീക്ഷയാണ് ഈ കാട് പിടിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, മരിക്കുന്നതുവരെയും കേരളക്കര മറക്കാത്ത എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ നാടാണിത്. കൊറോണ കാലത്ത് സംസ്ഥാനത്തിന്റെ ബോർഡർ മണ്ണുകൊണ്ട് മൂടി ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണമടഞ്ഞവരുടെ നാടാണിത്. ഇനിയും ഇതുപോലുള്ള ദുരിതങ്ങൾ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരെന്ന് ഞാൻ മനസ്സിലാക്കിയ ഈ കാസർഗോട്ടുകാർ നേരിടണോ? ജാതിയോ മതമോ പാർട്ടിയോ നോക്കാതെ മറ്റുള്ളവർക്ക് എന്നും താങ്ങായി മാറിയിട്ടുള്ള നമ്മൾ മലയാളികൾ ഇത്തവണ കാസർഗോട്ടുകാരുടെ ഈ ഒരു ആവശ്യത്തിനും കൈകോർക്കണമെന്ന് കാസർഗോട്ട് ജനിച്ചില്ലെങ്കിലും കാസർഗോഡിന്റെ മരുമകനായി മാറിയ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കൂടെ ഈ വരുന്ന 27-ാം തീയതി മെഡിക്കൽ കോളേജിന് വേണ്ടി നടത്തുന്ന ആരോഗ്യ സ്വാതന്ത്ര്യ സമരത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ.